ഹായ് ഫ്രണ്ട്സ്, ഫാത്തീസ് തോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കൊണ്ട് നല്ല അടിപൊളി ഒരു സ്നാക്സാണ്. ഗ്രീൻ പീസ് വടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി ഒരു ഉള്ളിയും 2 പച്ചമുളകും, ഒരു പിഞ്ച് ചെറിയ ജീരകവും, 1 സ്പൂൺ ഗരം മസാലയും, ഒരു കഷ്ണം ഇഞ്ചിയും, കുറച്ച് കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ജീരകവും ഗരം മസാലയും ഇഞ്ചിയും ചേർത്ത് മിക്സിയിൽ ചെറുതായിട്ട് പരിപ്പ് വടക്കൽ അരക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കുക. അധികം അരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം എടുത്തു വെച്ച ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും, പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, കറിവേപ്പിലയും കൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് 2 സ്പൂൺ കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം കൈവച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് പാകത്തിന് പരിപ്പ് വടയുടെ പാകത്തിന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇത് പരിപ്പ് വടയുടെ ഷേപ്പിൽ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ശേഷം ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം തിരിച്ചും മറിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഫ്ലെയിം മീഡിയത്തിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഉള്ളിൽ വേകാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് മൊരിഞ്ഞതിന് ശേഷം ഓരോന്നായി വറുത്തു പോരാം. നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഗ്രീൻ പീസ് വട റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്.